ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതാണ്ട് ഒരു കുന്നത്തുനാട് MLA നിലവാരത്തിലെത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡി സാറിൻ്റെ ആരാധകർ എന്നോട് തീർച്ചയായിട്ടും കോപിച്ചാലും എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ്റെ നിലവാരത്തിലെത്തി, അഥവാ PV ശ്രീനിജൻ നരേന്ദ്രമോദിയുടെ നിലവാരത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കേൾക്കുന്നവർക്ക് വിഷമം തോന്നുകയില്ല. ശ്രീനിജൻ്റെ ആരാധകർക്ക് തീർച്ചയായിട്ടും സന്തോഷം തോന്നുകയും ചെയ്യും. എന്താ സംഭവം എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റുകാർ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കെജ്രിവാൾ അഴിമതി നടത്തിയിട്ടുണ്ടോ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചാർജുകൾ നിലനിൽക്കുമോ, ഈ അറസ്റ്റ് ആത്യന്തികമായിട്ട് എവിടെ ചെന്ന് അവസാനിക്കും, ഇദ്ദേഹത്തെ കോടതി വെറുതെ വിടുമോ, അതോ കോടതി തൽക്കാലത്തെ റിമാൻഡ് കഴിഞ്ഞ് പിന്നീട് ജാമ്യം കൊടുക്കുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം ഇന്ത്യ രാജ്യത്ത് കോടതികൾ എന്ത് ചെയ്യും, എങ്ങനെ ഉത്തരവിടും നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. ബൈബിളിൽ പറഞ്ഞിട്ട് എനിക്കറിയാത്തത് 4 എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഏത് അധ്യായത്തിലെന്ന് ഞാൻ ഓർക്കണില്ല. അത് പാറപ്പുറത്ത് പാമ്പിൻ്റെ വഴിയും, സമുദ്രമധ്യേ കപ്പലിൻ്റെ വഴിയും, ആകാശത്തിൽ പരുന്തിൻ്റെ വഴിയും, സ്ത്രീയോടൊപ്പം പുരുഷൻ്റെ വഴിയുമാണ് എന്നാണ്. അതിനൊക്കെ വെട്ടുന്ന വഴിയാണ് കോടതിയുടെ വഴി. കോടതി ഏത് വഴിക്ക് പോകും, എന്ത് ഉത്തരവ് പുറപ്പെടുവിക്കും എന്നാർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കേസിന് എന്ത് സംഭവിക്കും, നിയമപരമായിട്ട് ഇതിന് എന്തുമാത്രം നിലനിൽപ്പുണ്ട് എന്ന് പറയാനും ഞാൻ ആളല്ല. അരവിന്ദ് കെജ്രിവാൾ യഥാർത്ഥത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നടത്തിയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തി അധികാരത്തിൽ വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഡൽഹിയിലും ഇപ്പോൾ പഞ്ചാബിലും യാതൊരു അഴിമതിയുമില്ല എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. അത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ വലിയ അഴിമതിക്കാർ എത്രയോ പേര് നമ്മുടെ രാജ്യത്ത് വേറെ ഓരോ പാർട്ടിയിലുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അഴിമതി നടത്തിയിരിക്കാൻ സാധ്യതയില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി പാർട്ടിക്ക് വേണ്ടി വല്ലതും മേടിച്ചോ എന്ന് പറയുന്നത് നമ്മളാളല്ല. സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയിരിക്കാം എന്ന് കരുതുന്നു. ഏതായാലും എൻഫോഴ്സ്മെൻറ്റുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് 6 or 7 തവണ നോട്ടീസ് കൊടുത്തു. അദ്ദേഹം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവസാനം എൻഫോഴ്സ്മെൻറ്റുകാർ അദ്ദേഹത്തെ തേടി വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. ഈ സമയത്ത് അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് വേറെ ചോദ്യമാണ്. അതും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പല രീതിയിൽ സംഭവിക്കാം. ഏതായാലും അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. അദ്ദേഹം ജയിലിൽ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റുകാരുടെ കസ്റ്റഡിയിൽ കഴിയുകയാണ്. കസ്റ്റഡിയിൽ കഴിയുമ്പോഴും അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണ്. അതൊരു പുതുമയാണ്. കാരണം ആര് തന്നെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ മന്ത്രിസ്ഥാനത്ത് തുടരുക താരതമ്യേന എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ സെന്തിൽ ബാലാജി എന്ന് പറഞ്ഞ ഒരു പൂമാനെ തമിഴ്നാട്ടിൽ എൻഫോഴ്സ്മെൻറ്റുകാർ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജയിലിൽ പോയി, ജാമ്യ ഹർജി കൊടുത്തു, ജാമ്യ ഹർജി തള്ളി. എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വകുപ്പില്ലാ മന്ത്രിയായിട്ട് ജയിലിൽ കഴിയുന്നു. അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ സ്റ്റാലിൻ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി, ബാലാജി രാജിവെച്ചു. അതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അല്ലെങ്കിൽ ലോകൈക അഴിമതിക്കാരനായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അറസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് രാജിക്കത്ത് എഴുതി കൊടുത്തു. അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി അല്ല, മുഖ്യമന്ത്രിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ആളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു മുഖ്യനെ തിരഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹേമന്ത് സോറൻ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ രാജിവെച്ചു. സ്വന്തം നിരപരാധിത്വത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിട്ടില്ല. ഞാൻ ഈ ശ്രീനിജൻ്റെ നിലവാരത്തിലെത്തിയെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ആ വിഷയത്തിലേക്ക് പറഞ്ഞു. PV ശ്രീനിജൻ അന്യഥ കുന്നത്തുനാട് മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജയിക്കുമായിരുന്നില്ല. അത് ജയിച്ചത് 2020 ലേബലിൽ കിറ്റക്സ് സാബു കുന്നത്തുനാട് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. അടുത്തുള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരിപ്പിച്ചു. ഈ ഒരു സ്ഥാനാർത്ഥി അവിടെ കുന്നത്തുനാട്ട് മത്സരിച്ചതുകൊണ്ടാണ് വോട്ടുകൾ ഭിന്നിക്കുകയും അന്യഥാ കോൺഗ്രസ് കിട്ടുമായിരുന്ന ഒരുപാട് വോട്ടുകൾ 2020 പോവുകയും അങ്ങനെ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് ശ്രീനിജൻ നിയമസഭയിലേക്ക് ജയിക്കുകയും ചെയ്തു. നിയമസഭയിലേക്ക് ജയിച്ച ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ 2020 പാർട്ടിയെ തകർക്കാനും അതിൻ്റെ നേതാവായിരിക്കുന്ന കിറ്റക്സ് സാബുവിനെ ഒരു വഴിക്കാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് സാബുവിനെതിരെ പല കേസുകൾ വന്നു. സാബുവിൻ്റെ റെയ്ഡ് നടന്നു. മറ്റു പല പ്രശ്നങ്ങളുണ്ടായി. എൻഫോഴ്സ്മെൻറ്റിനെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശ്രീനിജൻ്റെ ചൊൽപ്പടിയിലായിരുന്ന എൻഫോഴ്സ്മെൻറ്റെങ്കിൽ സാബു പണ്ടേ ജയിലിൽ പോയത്. പിന്നെ സാബുവിൻ്റെ ഇഷ്ടംപോലെ പൈസകളുണ്ട്, സ്വാധീനങ്ങളുണ്ടും അദ്ദേഹം ഈ കേസുകളൊക്കെ ഒരുമാതിരി ചേർത്ത് നിൽക്കുകയാണ്. നരേന്ദ്രമോദിയും കേജ്രിവാളും തമ്മിൽ ഏതാണ്ട് ഇതുപോലത്തെ ഒരു ബന്ധമുണ്ട്. ഈ ശ്രീനിജനും സാബുവും പോലെയാണ്. ഈ UPA സർക്കാരിൻ്റെ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് അഴിമതി വളരെ വ്യാപകമായിരുന്നു. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്. അങ്ങനെ വ്യാപകമായ അഴിമതി റിപ്പോർട്ടുകൾ പല ഭാഗങ്ങളിൽ വരികയാണ്.
കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിച്ചുള്ള അഴിമതി, അതുപോലെ തന്നെ 2G സ്പെക്ട്രത്തിലെ അഴിമതി, കൽക്കരി പാടമിടപാടിലെ അഴിമതി, ഇതൊക്കെ ഇങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കെജ്രിവാൾ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ രംഗത്ത് വരുന്നത്. അദ്ദേഹം അതിനു മുമ്പേ സാമാന്യം പ്രസിദ്ധനാണ്, എങ്കിലും ഇന്നത്തെ പോലെയുള്ള ഖ്യാതി അദ്ദേഹത്തിന് അന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൈയിലാണ് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു സംവിധാനം ഉണ്ടായത്. അതൊരു സംഘടന പോലെ വന്നത്. ലോക്പാൽ നിയമം പാസ്സാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതിനുവേണ്ടി അവരൊരു ബദൽ ലോക്പാൽ ആക്ടിൻ്റെ കരട് രൂപം സ്വയമായിട്ട് തയ്യാറാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ ലോക്പാൽ നിയമത്തിന് ഇന്ന് വ്യത്യസ്തമായ കൂടുതൽ അധികാരങ്ങളുള്ള ഇന്ത്യൻ പ്രസിഡന്റ് തൊട്ട് വില്ലേജ് ഓഫീസർ വരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ലോക്പാൽ ബില്ല് ഇവർ തയ്യാറാക്കി. അത് ഉടനെ പാസ്സാക്കണം എന്നിവർ ആവശ്യപ്പെട്ടു. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുന്നണി നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന നേതാക്കന്മാർ ഒരാൾ സുപ്രീം കോടതി അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണായിരുന്നു, മറ്റൊരാൾ സുപ്രസിദ്ധ പോലീസ് ഉദ്യോഗസ്ഥ കിരൺ ബേഡിയായിരുന്നു, മറ്റ് പല ബുദ്ധിജീവികളും ഇതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിന്നണി പ്രവർത്തകനായിരുന്നു കെജ്രിവാൾ. സത്യത്തിൽ കെജ്രിവാളിൻ്റെ ബുദ്ധിയിലാണ് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്നൊരു മൂവ്മെൻറ്റ് തന്നെ ഉണ്ടായത്. അത് അത്ര പ്രസിദ്ധനല്ലാത്തതുകൊണ്ട് അന്ന് വെളിയിൽ വന്നില്ല എന്നുള്ളൂ. അടുത്ത സ്റ്റേജിലാണ് പുള്ളി രംഗത്ത് വന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ ഒരു പരിപാടി ആലോചിച്ചു. പക്ഷേ ആ ഒരു നിരാഹാര സമരം നടത്തിയാൽ, അരവിന്ദ് കെജ്രിവാൾ ജന്തർ മന്ദറിൽ നിരാഹാരം നടത്തിയാൽ ഒരാൾ മൈൻഡ് ചെയ്യില്ല, കിരൺ ബേഡിയാണെങ്കിൽ പോലും മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവർ മഹാരാഷ്ട്രയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ പോയി അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ വന്യവയോധികനായ ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് ദേശീയ തലത്തിൽ അവതരിപ്പിച്ചു. ഇതാ ഒരു മഹാഗാന്ധിയൻ, ഇദ്ദേഹമാണ് ലോകത്തുള്ള എല്ലാ അഴിമതികൾക്കെതിരെ സമരം ചെയ്യുന്ന ഒരു മുന്നണി പോരാളി എന്ന് പറയാം. അപ്പോൾ ആളുകൾക്ക് ഈ അണ്ണാ ഹസാരെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇയാൾ ആരാണ്, എന്താണ്, പുള്ളിയുടെ അച്ഛൻ്റെ പേരെന്താണ്, പുള്ളി ഏത് പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ ഏത് വില്ലേജിലാണ് താമസിക്കുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു കാരണവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് തലയിൽ ഒരു ഗാന്ധി തൊപ്പിയൊക്കെ ഫിറ്റ് ചെയ്ത് പുള്ളിയെ കൊണ്ട് നിരാഹാരം നടത്തിക്കുന്നു. അതിന് മാധ്യമങ്ങളിൽ വലിയ പ്രചാരം ലഭിക്കുന്നു, വലിയ പ്രസിദ്ധി ഉണ്ടാകും. ആദ്യത്തെ സമരം കഴിഞ്ഞു, രണ്ടാമത്തെ സമരം കഴിഞ്ഞു, മൂന്നാമത്തെ സമരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിലെത്തിയ നമ്മുടെ അണ്ണാ ഹസാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അഴിമതിക്കാരായ രാജയും കരിമൊഴിയും ഒക്കെ കിടക്കുന്ന തിഹാർ ജയിലിൽ തന്നെ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കും. അത് വലിയ കുളരൊക്കെ സൃഷ്ടിച്ചൊരു സംഭവമാണ്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറാനായിട്ട് UPAക്ക് ഒരിക്കലും സാധിച്ചില്ല. അപ്പോൾ അണ്ണാ ഹസാരയുടെ പുറകിലുണ്ടായിരുന്നത് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളായിരുന്നു. പിന്നീട് കെജ്രിവാൾ അടുത്ത ഡൽഹി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്തിനെതിരെ ന്യൂഡൽഹി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. അതുകൂടി പുള്ളിയുടെ ഖ്യാതി ആകാശത്തോളം എത്തുന്നു. അണ്ണാ ഹസാരെ ഈ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷനെ പുള്ളി ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി. അതിന് ചൂൽ എന്ന ഒരു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ചിഹ്നവും സംഘടിപ്പിച്ചു. അങ്ങനെ ആം ആദ്മിയും ചൂലും അഴിമതിക്കെതിരായ യുദ്ധത്തിൻ്റെ രണ്ട് പ്രതീകങ്ങളായിട്ട് മാറി. അങ്ങനെ അഴിമതിക്കെതിരെ സമരം ചെയ്ത് അധികാരത്തിൽ വന്ന ആളാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ആദ്യം ഡൽഹി മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് കേവല ഭൂരിപക്ഷമില്ല. രണ്ടാം തവണ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. 70-ൽ 67 സീറ്റും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പുള്ളി വിജയം ആവർത്തിച്ചു. അങ്ങനെ ജയിച്ച് അപ്പോൾ അത് മാത്രമല്ല, കെജ്രിവാളിൻ്റെ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ 2 തവണ ഡൽഹി മുഖ്യമന്ത്രി ആയെന്നുള്ളതല്ല. കെജ്രിവാൾ ഈ അഴിമതിക്കെതിരെ നടത്തിയ അതിഭയങ്കരമായ കുരിശുദ്ധമുണ്ടല്ലോ, അണ്ണാ ഹസാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കിരൺ ബേഡിയെയും യോഗേന്ദ്ര യാദവിനെയും അതുപോലെ മനീഷ് സിസോദിയ മുതലായ ആളുകളെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ വലിയ ധർമ്മസമരമാണ് സത്യത്തിൽ UPA സർക്കാരിൻ്റെ മരണമണി മുഴക്കിയത്. കാരണം അഴിമതിക്കെതിരായ വികാരം രാജ്യത്തെമ്പാടും പ്രചരിച്ചു. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ഡൽഹിയിൽ മാത്രമേ ആം ആദ്മി പാർട്ടി ഉണ്ടായുള്ളൂ. മറ്റെല്ലാ സ്ഥലത്തും അതിൻ്റെ ആനുകൂല്യം BJPക്ക് ലഭിച്ചു. അങ്ങനെയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തുന്നത്. ഈ അണ്ണാ ഹസാരയുടെ സമരം ഇല്ലായിരുന്നെങ്കിൽ, ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെൻറ്റും അതിൻ്റെ പുറകിൽ കെജ്രിവാളും ഇല്ലായിരുന്നെങ്കിൽ BJPക്ക് ഇത്ര ഭൂരിപക്ഷം കിട്ടുമായിരുന്നില്ല. BJP അഥവാ ജയിച്ചാലും ഏതാണ്ട് ദേവഗൗഡയുടെ സർക്കാർ പോലെ, അല്ലെങ്കിൽ അത് വാജ്പേയിയുടെ ആദ്യത്തെ മന്ത്രിസഭ പോലെ ഒക്കെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനേ പറ്റുമായിരുന്നു. ഇങ്ങനെ ഒരു വലിയ വിജയത്തിലേക്ക് അവരെ നയിച്ചത് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ സൃഷ്ടിച്ച വലിയൊരു അഴിമതിക്കെതിരായ ജനവികാരമായിരുന്നു. അങ്ങനെ ആ ജനവികാരം ചൂഷണം ചെയ്ത് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ എന്ത് ചെയ്തു? ഏതാണ്ട് ശ്രീനിജൻ ചെയ്ത പോലെ തന്നെ ചെയ്തു. ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും, അദ്ദേഹം ഇതിൻ്റെ അകത്ത് എങ്ങനെ പുറത്ത് കിടക്കും നമുക്ക് ആർക്കും അറിയില്ല.
വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.